ഹായ്, SL ടോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് എക്സ് ലവറിനെ, അതായത് നിങ്ങളുടെ എക്സിനെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു 6 റൂൾസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു എക്സ് ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ കൂടുതലായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സ് ബാക്ക് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് തന്നെ കുറേ പേര് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു ആവശ്യമുള്ള ആളുകൾ കുറേ പേരുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങളുടെ വിഷമം മനസ്സിലായതുകൊണ്ടാണ് അതിന് നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളിത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് 1-2 പോയിന്റ്സ് കാണുമ്പോൾ ഇത് മതി, ഇത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്ത് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു അസുഖം വന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ പോവുകയാണെങ്കിൽ ഡോക്ടർ നമ്മളോട് പറയാറുണ്ട് ഒരു 5 ദിവസത്തേക്കുള്ള മരുന്ന് വന്നിട്ട് 5 ദിവസം കഴിക്കണമെങ്കിൽ ഒരു 3 ദിവസം കഴിക്കും എന്നിട്ട് വന്ന് കാണിക്കുന്നു പറയാറുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 ദിവസം കഴിച്ചിട്ട് കുറവുണ്ടെങ്കിൽ പിന്നെ കഴിക്കില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം 2 ദിവസം കഴിച്ചിട്ട് ചെറിയൊരു കുറവ് വരുമ്പോഴത്തേക്ക് നമ്മൾ നിർത്തി കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ വീണ്ടും നമുക്ക് അസുഖം തന്നെ വരുന്നുള്ളതാണ്. ഇവിടെയും അതേ സംഭവമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ 1-2 പോയിന്റ്സ് കണ്ടു കഴിഞ്ഞിട്ട് ഇത് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 കാര്യങ്ങളും പൂർണ്ണമായിട്ടും കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക, പകുതി വെച്ച് നിർത്തി പോവാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ എക്സ് ലവറിനെ അല്ലെങ്കിൽ എക്സിനെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 6 റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ 1ാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാത്തത് കൊണ്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് അറിയില്ല, ചിലർക്ക് ഇങ്ങനെയെങ്കിലും ശരിയാകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും. അവരുടെ ഇമോഷൻസ് അറിയിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ബ്രേക്കപ്പ് ആയിക്കഴിഞ്ഞാൽ എന്തായാലും സങ്കടം ഉണ്ടാവും. സങ്കടം ഉണ്ട്, അവർ വരണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ കുറേ വീഡിയോസ് കാണുന്നതും ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അവൾ അല്ലെങ്കിൽ അവൻ പോയതിൽ വിഷമമുണ്ട് എന്നുള്ളത് ആൾ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പറ്റുന്ന രീതിയിലൊക്കെ നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടാവുക നമ്മളുടെ വാട്സപ്പിലുള്ള നമ്മുടെ DP റിമൂവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള DP വെച്ചിട്ടോ വിഷമത്തിലുള്ള സ്റ്റാറ്റസും സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടോ ഒക്കെ ആയിരിക്കാം ചെയ്യേണ്ടാവുക. പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മളിലേക്ക് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ അവരുടെ പുറകെ പോവുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് വിഷമമുണ്ട് എന്നുള്ളത് അവർക്ക് അറിഞ്ഞു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പം അവർ വിചാരിക്കുക ഞാൻ എന്തോ സംഭവമാണ്, അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ അവന് അല്ലെങ്കിൽ അവൾക്ക് സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളത് കൊണ്ട് നമ്മുടെ വില അവിടെ കൂടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പകരം അവരുടെ മനസ്സിൽ അവർക്കുള്ള വില ഒന്നുകൂടി കൂടുന്നുണ്ടായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഒരു 2-3 ആഴ്ചയ്ക്ക് നമുക്ക് നല്ല വിഷമം ഉണ്ടായിരിക്കും. അതായത് എങ്ങനെയൊക്കെ അവരെ അറിയിക്കണം എന്നോ അല്ലെങ്കിൽ അവരെങ്ങനെയും വിളിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അതിനുവേണ്ടി പലതും ചെയ്യണം നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നിങ്ങളുടെ വിഷമം നിങ്ങൾ അവരോട് പുറത്ത് കാണിക്കുക എന്നുള്ളത്. അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി 2ാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, ഇതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു പ്രാക്ടീസിനെ കുറിച്ചാണ്. ഒരു 21 ഡേയ്സിലുള്ള ഒരു പ്രാക്ടീസ് ഉണ്ട്. ഇപ്പോൾ ഈ കുറച്ച് ആളുകൾക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിയുമ്പോൾ 2-3 ആഴ്ചയും സഹിക്കാൻ തീരെ പറ്റുന്നുണ്ടാവില്ല. അതായത് എങ്ങനെയെങ്കിലും എനിക്ക് പെട്ടെന്ന് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. 2-3 ആഴ്ച സഹിച്ചിരിക്കാൻ പറ്റില്ല, ചിലപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ തീരെ സഹിക്കാൻ പറ്റാത്ത ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്തു തരാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 21 ഡേയ്സിലുള്ളൊരു വാട്സപ്പ് ഗൈഡൻസ് ഉണ്ട്. ലവ് മാസ്റ്ററി എന്നാണ് നമ്മുടെ കോഴ്സിൻ്റെ പേരുള്ളത്. ഈ 21 ദിവസം നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ചെയ്യാനുള്ള കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഈ റിലേഷൻഷിപ്പിലുള്ള ആഗ്രഹം, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം എന്നാണോ, അല്ലെങ്കിൽ അവർ നിങ്ങളെ വിളിക്കണം എന്നാണോ, മെസ്സേജ് ചെയ്യണം എന്നാണോ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് പോകണം എന്നാണോ, അങ്ങനെ എന്ത് ആഗ്രഹമാണെന്നുണ്ടെങ്കിലും അത് നടത്താനായിട്ട് കഴിയും എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡ് പവർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിലൂടെ ആ ഒരു പേഴ്സണെ തിരികെ കൊണ്ടുവരാനായിട്ട് കഴിയും. ഇതിന് റിസൾട്ട് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% റിസൾട്ട് കിട്ടുന്നതാണ്. പക്ഷെ നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യണമെന്ന് മാത്രം. അതായത് നമ്മൾ പറഞ്ഞു തരുന്ന ഗൈഡൻസ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വിളിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തീരെ അവരില്ലാണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഇനിയും വെയിറ്റ് ചെയ്തിരിക്കാൻ കഴിയില്ല, 1, 2, 3 ആഴ്ചയൊന്നും എനിക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അത്രയും വിഷമമായിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചു നോക്കാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കുഴപ്പമില്ല കോഴ്സൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതെല്ലാത്തിൻ്റെയും അവസാനമാണ് എന്ന് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് മുട്ടുമിക്ക ആളുകൾക്കും വരുന്നൊരു പ്രശ്നമാണ്. റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഇവർ വിചാരിക്കുന്ന കാര്യം, എൻ്റെ ലൈഫേ തീർന്ന് പോയി, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അതായത് അവരില്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇത്ര നാളും അവരുള്ളത് കൊണ്ടും അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ജീവിച്ചത് തന്നെ, ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ മുന്നോട്ട് പോകുക, എനിക്ക് ഒരിക്കലും കഴിയില്ല, ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവരാണ് നിങ്ങളുടെ ജീവിതം എന്ന് വിചാരിക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും പല മണ്ടത്തരങ്ങളും വരും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ അവരില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവരില്ലാത്ത ലൈഫിൽ എങ്ങനെയാണ് ജീവിക്കുക? സോ നിങ്ങൾക്ക് പലതും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടാവും. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വന്നു തുടങ്ങും എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒന്നിൻ്റെയും അവസാനമല്ല ഒന്നും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി എന്ന് കരുതിയിട്ട് അവിടെ മറ്റൊരാൾക്ക് സ്ഥാനമില്ല എന്നൊരു അർത്ഥമല്ല. വേറൊരാൾ കയറി വരാം, കുറച്ച് സമയം എടുക്കുന്നുണ്ടായിരിക്കും ഓരോ വിഷമം പോകാനായിട്ട്, പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആവും എന്നുള്ളതാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇയാൾ പോയി എന്നുള്ളത് കൊണ്ട് അതൊന്നിൻ്റെയും അവസാനമാകുന്നില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. അതായത് ഇവർ പോയി കഴിഞ്ഞാൽ ലൈഫ് ഇല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കാതിരിക്കുക. അവർ തിരിച്ചു വരുമെങ്കിൽ തിരിച്ചു വരട്ടെ, അല്ലെങ്കിൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കാം. അതല്ലാതെ ജീവിതത്തിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വിഷമടിച്ച് സെന്റ് അടിച്ചിരിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടുപേർക്കും അറിയുന്ന എന്തെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, 1, 2 പേരൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴുള്ള സാഹചര്യം അവരോട് ഡിസ്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു കാര്യങ്ങളും നിങ്ങളുടെ ഒരു അപ്ഡേഷൻസും അവരെ അറിയിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അവർ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുണ്ടാവും, മേഡം നീ പോയിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കുമോ, അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കുമോ, വിളിച്ചു നോക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുണ്ടാവും. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ മാനസികാവസ്ഥ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ അവരറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ടെങ്കിൽ നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ മുഴുവനായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യമെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിളിക്കാനോ സംസാരിക്കാനുള്ള സാധ്യത കുറവായിരിക്കും എന്നുള്ളതാണ്. സോ നിങ്ങളുടെ അപ്ഡേഷൻസ് ഒന്നും അറിയിക്കാതിരിക്കാം. അങ്ങനെ അറിയിക്കാതിരുന്നാൽ മാത്രമാണ് അവരോടുള്ളൊരു ക്യൂരിയോസിറ്റി വരുള്ളൂ, എന്തായിരിക്കും ആൾ ചെയ്യുന്നുണ്ടാവുക. ഇത്തരത്തിലുള്ള ചിന്ത വരണം. നിങ്ങളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിലവിലെ കാര്യങ്ങൾ ആരോടും തന്നെ പറയാതിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം ടൈം നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവരുടെ കൂടെ പുറത്ത് പോകാം, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ കളിക്കാൻ ശ്രമിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടൈം കുറേ പോകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വല്ലാണ്ട് വിഷമങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രം, നിങ്ങൾക്ക് ഇപ്പോഴത്തെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് മറ്റുള്ള ആളുകളോട് പറയാതിരിക്കുക. ഇനി അഞ്ചാമതൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒതുങ്ങിക്കൂടി ഒരിടത്ത് ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മിക്ക ആളുകളും ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെ ബ്രേക്കപ്പ് ആയി സങ്കടമായി സെന്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് തന്നെ ചടഞ്ഞുകൂടി ഇങ്ങനെ ഇരിക്കുന്നുള്ളത്, പുറത്തേക്കൊന്നും പോവില്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. സ്വാഭാവികമാണ്. നമുക്ക് വേണ്ടത് അതല്ല, നമുക്ക് പോസിറ്റീവ് ആയിരിക്കണം. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിനും പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ ഒരിക്കലും ചടഞ്ഞു കൂടി ഒറ്റയ്ക്കൊന്നും ഇരിക്കാതിരിക്കാം. പുറത്തേക്ക് ഇറങ്ങാം, മറ്റുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ആവാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ കൂടുതൽ ആളുകളുമായിട്ട് കൂട്ടുകൂടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പുതിയ പുതിയ റിലേഷൻഷിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജിമ്മിലേക്കൊക്കെ പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പുതിയ കോഴ്സ്, പാട്ടും ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുക. ഒറ്റയ്ക്കിരുന്ന് ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് കൂട്ടാതിരിക്കുക. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റേ ബിസിയാണ്. എപ്പോഴും ബിസി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. എന്ന് കരുതി ഫുൾ ടൈം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നൊരു അർത്ഥം ഇവിടെ വരുന്നില്ല. എങ്കിലും കൂടുതൽ സമയം നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ചിന്തകൾ ഒരുപാട് വരുന്നുണ്ടാവുക. സോ മിക്ക സമയങ്ങളിലും ബിസി ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം
എന്നുള്ളതാണ്. ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാനായിട്ട് ശ്രമിക്കാം, അത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിങ്ങൾ എപ്പോഴും ബിസി ആയിട്ടിരിക്കാം. പുതിയ ആളുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇങ്ങനെയും എപ്പോഴും ബിസി ആയിട്ടിരിക്കാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ അവരോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ബിസി ആവുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും അവരെ നിങ്ങളിലേക്ക് ചെറിയ രീതിയിലൊക്കെ അടുപ്പിക്കാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, കുറേയൊക്കെ ബിസി ആയിട്ട് മാറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 6 റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കാണാനായിട്ട് കഴിയും. നിങ്ങൾ ഈ ഒരു എക്സിനെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരു പരിധി വരെ നമുക്ക് ഈ കാര്യങ്ങളിലൂടെ തന്നെ കഴിയും എന്നുള്ളതാണ്. ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കാം. അങ്ങനെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതേപോലെ ഞാൻ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കോഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്തെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു നല്ല വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്